എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ. ഇപ്പോഴത്തെ കറണ്ട് എനർജി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ റെസൊണേറ്റ് ആവില്ല കേട്ടോ. നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വെറുതെ വിടാം. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇതിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന്. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം. തന്നില്ലെങ്കിലും നോക്കാം, തന്നാൽ ഒന്നുകൂടെ നന്നായി. അപ്പം ഞാൻ പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇത് രണ്ടും കുങ്കുമത്തിൻ്റെ ചെപ്പുകളാണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഇത് വേണോ ഇതിലേതാണ് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ തീരുമാനിച്ചു വയ്ക്കാം. കണ്ണടച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഏതാണെങ്കിൽ തീരുമാനിക്കാം, ഏത് വേണോ. ഓക്കെ, യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ്. യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? 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 യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ്. അപ്പം നമുക്ക് കാർഡ് വന്നിട്ടുണ്ട്, കാർഡുകൾ എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പം തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പം നമുക്ക് ആദ്യം ഇത് സെലക്ട് ചെയ്തവരുടെ പറയാം. ഈ കുങ്കുമച്ചെപ്പ് സെലക്ട് ചെയ്തവർക്ക് പറയുന്നത് അവർക്ക് പുതിയ ബന്ധത്തിനൊക്കെ ഉള്ളൊരു സാധ്യത, നല്ല പ്രണയം ഉണ്ടാവാം, പ്രണയത്തിലൊക്കെ വിജയം വരാം, സന്തോഷം, നല്ല ആരോഗ്യം ഉണ്ടാവാം, എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു പുതിയ തുടക്കമാണ് എല്ലാ കാര്യങ്ങളിലും വരാൻ പോകുന്നത്. ഇപ്പോൾ ജോലി സംബന്ധമായാലും അല്ലെങ്കിൽ ഒരു വിവാഹ സംബന്ധമായാലും റിലേഷൻഷിപ്പ് സംബന്ധമായാലും നല്ലൊരു പുതിയൊരു തുടക്കം ഉണ്ടാവാൻ പോകണമെന്ന് പറഞ്ഞു. ഇത് പ്രണയത്തെക്കുറിച്ചുള്ളൊരു കാർഡാണിത്. അപ്പോൾ നല്ല പ്രണയം ഉണ്ടാവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നല്ല ബന്ധം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നല്ല ദൃഢമായ സ്നേഹബന്ധമാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ബിസിനസ്സിലായാലും നല്ല പുരോഗതിയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. എല്ലാവരും വളരെ സന്തോഷം. നിങ്ങളിപ്പോൾ ഒരു റിലേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക്
എന്തെങ്കിലും ഒരു ആഘോഷങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. വിവാഹത്തിന്റെ ആഘോഷം, അല്ലെങ്കിൽ കുട്ടിയുടെ ജനന, ജോലി കിട്ടി, ജോലിയിലെ പ്രൊമോഷനാ, അങ്ങനെ വളരെ സന്തോഷമാണ് എല്ലാ കാര്യത്തിലും വരാൻ പോകുന്നത്. എല്ലാ കാര്യത്തിലും വിജയം വരാൻ പോകുന്നു, ആഘോഷം, അങ്ങനെയുള്ളൊരു ജീവിതശൈലിയാണ്, സന്തോഷകരമായ ഒരു ജീവിതശൈലിയാണ് വരാൻ പോകുന്നത്. പഴയ സുഹൃത്തിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ട് ഉള്ളൊരു സന്തോഷം വരാൻ പോകുന്നു എന്ന് പറയുന്നത്. റീയൂണിയൻ, പ്രിയപ്പെട്ട ഒരാളായിട്ട് വളരെ സന്തോഷകരമായ ഒരു പുനഃസമാഗമം ഉണ്ടാവാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയെന്ന് നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നല്ല ചേഞ്ച്, നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ലൊരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ കർമ്മഫലമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞ് ഇനി നല്ല സമയമാണ് വരാൻ പോകുന്നത് പറയുന്നത്. നല്ല ഭാഗ്യം വരാൻ പോകുന്നു നിങ്ങളിലേക്ക്. ലൈഫിൽ ഒരു നല്ലൊരു ചേഞ്ച് വരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളെ നേർവഴിക്ക് നടത്താനായിട്ട്, നിങ്ങൾക്ക് നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ദൈവം പ്രാർത്ഥിക്കുന്ന ആ ദൈവം നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലതാണ് വരാൻ പോകുന്നത്. ഭൂമി വാങ്ങിക്കാനോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളൊരു ഒരു റിലേഷനിലാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള പരസ്പരം പ്യൂറായിട്ടുള്ള ഒരു ലവ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷവും എല്ലാ സന്തോഷ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ധനപരമായിട്ടും ഒരുപാട് ധനം ഉണ്ടാവും. ജീവിതത്തിൽ എല്ലാ സന്തോഷവും സമാധാനവും അങ്ങനെയുള്ളൊരു നല്ലൊരു കുടുംബം ഉണ്ടാവാൻ പോകുന്നു എന്ന് പറയണത്. വീടും ധാരാളം സ്വത്തുക്കളും നിങ്ങൾക്ക് എന്തൊക്കെ ലൈഫിലേക്ക് വേണോ അതെല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത്. പൈസയ്ക്ക് ഉണ്ടാവും, ഒരുപാട് സന്തോഷം സൗഭാഗ്യങ്ങളെല്ലാം നിറഞ്ഞൊരു ലൈഫാണ് നിങ്ങൾക്കിനി വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്കിപ്പോ മാരേജിനൊരു സമയമായി, കൂടിച്ചേരലിനൊരു സമയമായി എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോ ഒരു റിലേഷനിലാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും ഇനി. പിന്നെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഉയർച്ചയാണ്, ഉന്നതിയിലെത്തിയെന്നാണ് പറയുന്നത്. വളരെ കലാപരമായ കഴിവുകളൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയൊരു ആഘോഷം തന്നെയാണ് വരാൻ പോകുന്നത്. വിവാഹത്തിന്റെ ആഘോഷം, എന്തിൻ്റെങ്കിലൊക്കെ ആഘോഷങ്ങൾ വരാൻ പോകുന്നു. മാരേജിന് സമയമായി, മാരേജ് അന്വേഷിച്ച് നടക്കുന്നവർ, മാരേജ് നോക്കി നടക്കുന്നവർക്കൊരു മാരേജിന് സമയമായി എന്നാണ് പറയുന്നത്. നല്ല ഉയർന്ന ബുദ്ധിമാനാണെന്നാണ്, നല്ല ധീരനായ ആൾക്കാരാണെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ ഒരു ട്രാവലിന് സമയമായി എന്നാണ് പറയണത്. ഈ കുറെ കുറെ പോരാടിയതിനു ശേഷം ഒരു പ്രവർത്തന കാലഘട്ടത്തിൽ ഇനി ഐക്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. പ്രണയം, എല്ലാ കാര്യത്തിൽ നിങ്ങളുടെ റിലേഷനിലായാലും നല്ല പ്രണയമാണ് ഇനി വരാൻ പോകുന്നത്. ആ ഒരു ഐക്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങളെ തേടി ഒരു മെസ്സേജോ കോളോ, അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ വിളിക്കാനോ വന്ന് കാണാനോ ഒക്കെ ഒരു സമയമായിണ്ടെന്നാണ് പറയുന്നത്. മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യേ അങ്ങനെയൊക്കെ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സമയമായി എന്നാണ് പറയണത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ അവസാനമാണ് പറയുന്നത്. കുറെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നല്ലൊരു കാലാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. ഇനി നല്ലൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങളിലേക്ക് കേട്ടോ. നല്ലൊരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാവുന്നു, ധൈര്യവും എല്ലാം ഉണ്ടെങ്കിൽ നല്ല ധൈര്യം ഉണ്ട്. ആ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്ന പറഞ്ഞു. ലൈഫിൽ നല്ല നല്ല വാർത്തകൾ കേൾക്കാൻ ഇടവരുക, എല്ലാ കാര്യത്തിലും നല്ല ലാഭം ഉണ്ടാവുക, ഒരു ബിസിനസ്സിലായാലും ശരി, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പുതിയൊരു വഴി തുറന്നു കിട്ടാനാ പോണെന്ന് പറയും. പുതിയൊരു പാത നിങ്ങൾക്ക് തുറന്നു കിട്ടാൻ പോകുന്നു എന്നാണ് പറയണത് നിങ്ങൾക്ക്. ഇത്രയാണ്. ഇനി ഈ ചെപ്പ് കുങ്കുമച്ചെപ്പാണ്. ഇത് സെലക്ട് ചെയ്തവർക്ക് ഇനി ഈ കുങ്കുമച്ചെപ്പ് സെലക്ട് ചെയ്തവർ രണ്ടും കുങ്കുമം തന്നെ, എന്നാലും ചെപ്പിന് മാറ്റുന്നു മാത്രം. ഇത് സെലക്ട് ചെയ്തവർക്ക് കുറച്ച് പ്രയാസങ്ങൾ പറയുന്നുണ്ട്. അത് ഉറങ്ങാൻ പറ്റുന്നില്ല, ശരിക്കും ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയണത്. എന്തെങ്കിലും അസുഖങ്ങൾ വരാ, ഉറക്കമില്ല എന്ന് പറഞ്ഞു, രാത്രിയിൽ
എണീറ്റിരുന്ന് കരയുന്ന ഒരു അവസ്ഥ വരാം. രാത്രിയിൽ ഉറക്കില്ലാത്തൊരു അവസ്ഥ വരാം. പ്രിയപ്പെട്ട ആരോടെങ്കിലുമൊക്കെ ചെയ്ത് തെറ്റിനോർത്തൊക്കെ വേദനിക്കുന്ന ഒരു അവസ്ഥ വരാം. പശ്ചാത്തപിക്കുക. കഴിഞ്ഞ കാലത്ത് നടന്ന ദുഃഖകരമായ കാര്യങ്ങളൊക്കെ ഓർത്ത് വേദനിക്കുക. ഒരുപാട് വേദനിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. ഭയമുണ്ട്, ഉള്ളില് കുറ്റബോധമുണ്ട്, സംശയം, വലിയ ആശങ്കകള്, അങ്ങനെ ഒരുപാട് വേദനിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ കേട്ടോ. വളരെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പോണതെന്ന് പറയുന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനത്തെയാണ് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഒരു റിലേഷനാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തില് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു നിങ്ങളുടെ ആ ബന്ധം ഇപ്പൊ സന്തോഷകരമല്ലാതെയാണ് ഇപ്പൊ പോകുന്നതെന്നാണ് പറയണത്. നിങ്ങളുടെ ആ റിലേഷനില് സന്തോഷകരമല്ല നിങ്ങളുടെ ബന്ധം. കുറ്റബോധം, പശ്ചാത്താപം, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒന്നും തുറന്നു പറയുന്നില്ല, എല്ലാം മറച്ചു വെക്കാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി പലതും തുറന്നു പറയുന്നില്ല, എല്ലാം മറച്ചു വെക്കാണ്. പിന്നെ നിങ്ങൾ ആരുടെയെങ്കിലും ആയിട്ട്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ആയിട്ട് തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. എന്താ പറയാ, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുക, ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുക. ലൈഫിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകണമെന്ന് പറയണത്. പലവിധ പ്രശ്നങ്ങൾ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒട്ടും മനസമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോണേന്ന് പറയണത്. മത്സരത്തിന്റെ സമ്മർദ്ദം, ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട് ഇപ്പൊ. നിങ്ങൾക്കൊരു ഇത്തിരി റെസ്റ്റ് ആവശ്യമാണ്. നിങ്ങൾക്ക് അത്രയും ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ നീതിക്കായിട്ട് നിങ്ങൾ ഒരു മുൻകൈ എടുക്കണം. കൂടുതൽ ദേഷ്യ കോപമൊന്നും വരാതെ ഇങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്ത് പോകണം. എല്ലാം മത്സരത്തേക്ക് ആരോഗ്യകരമായൊക്കെ നല്ല രീതിയിൽ നേരിട്ട് പോകണം. പ്രശ്നങ്ങളെ ഗൗരവമായി ഒന്നും എടുക്കില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊന്നും ഗൗരവമായി എടുക്കാതെ ഒരു പഠനാനുഭവമായി അതൊക്കെ നല്ല രീതിയിൽ എടുത്തു പോകണം. ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ലക്ഷ്യം നേടാനുള്ള ബുദ്ധിമുട്ടുകള്, ഒരുപാട് ടെൻഷൻ. നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഒരു റിലേഷനിലാണെങ്കിൽ പരസ്പരം വഴക്കുക, റിലേഷനിലും പരസ്പരം വഴക്കുക, വീട്ടിലായാലും വീട്ടുകാർ തമ്മിലായാലും പ്രശ്നങ്ങള്, ഒരുപാട് പ്രശ്നങ്ങളെ കൂടെ നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇനി എന്തായാലും ഒരു ഇപ്പൊ കുറെ ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സമ്മർദ്ദം, ഒരുപാട് പ്രോബ്ലങ്ങളെ കൂടി ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്നത്. പേടിയുണ്ട്, ആശങ്കകളുണ്ട്, ഒരുപാട് ടെൻഷൻ ഉണ്ട്, വളരെ ദുഃഖത്തിലാണെന്നാണ് നിങ്ങൾ പറയുന്നത്. വളരെയധികം വിഷാദം അനുഭവിക്കുക, വളരെ അധികം ഉത്തരവാദിത്വമൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങള്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ട് കേട്ടോ. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക്, അതിനെല്ലാം നിങ്ങൾക്ക് പരിഹാരമുണ്ട് കേട്ടോ. ജോലി ഭാരം കൂടാ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകണം. അതിന് ഒരു പരിഹാരം ഉണ്ടെന്നാണ് പറയണത്. ഒരു കാലഘട്ടത്തിന്റെ ഒരു എന്താ പറയാ, ഒരു നിങ്ങൾക്ക് ഇനി ലൈഫിൽ ഇനി നല്ലൊരു വാർത്ത നിങ്ങൾക്ക് വരാൻ പോകുന്നു. ലൈഫിൽ ഇനി നല്ല നല്ല കാര്യങ്ങളാണ്. നല്ല റിലേഷൻഷിപ്പിലായാലും ഇനി നിങ്ങൾക്ക് നല്ലത് വരാം. ജോലിയിലായാലും പ്രൊമോഷനൊക്കെ കിട്ടാം, അംഗീകാരം കിട്ടും, സാമ്പത്തികമായിട്ട് ഉയർച്ച വരാനൊരു സാധ്യതയുണ്ട്. ലൈഫിൽ ഒരു സുപ്രധാന ലക്ഷ്യം കൈവരിക്കാൻ പോകുന്നത് പറയണത്. ആത്മവിശ്വാസവും ധൈര്യത്തോടൊക്കെ ഇരുന്നാല് നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹം എന്താണ് അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പരിശ്രമിക്കുക, ആ പരിശ്രമത്തിന് നിങ്ങൾക്ക് ഫലം കാണും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് നിർത്താണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഇത് മൂന്നും തരിക. എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കാണാം, അതിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാം. മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ പേഴ്സണൽ റീഡിങ് എന്തിനു വേണമെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കാം കേട്ടോ. ജോലിയുടെ കാര്യത്തിനോ ഏത് കാര്യത്തിനും വേണമെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞ് നിർത്താണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.